ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ നോക്കിയത് എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഓഫ് എ വാലിഡ് ഓഫർ. 6th പോയിൻ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി 7th പോയിൻ്റ് ആണ്. 7th പോയിൻ്റ്, ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ നെഗറ്റീവ് കണ്ടീഷൻസ്. സാധാരണ ഇതിൽ നമ്മൾ പറയാറുണ്ട്, നമ്മളൊരു ഓഫർ കൊടുത്താൽ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മളൊരു ഓഫർ കൊടുത്തതിന് ശേഷം അവർ മറുപടി ഒന്നും തരുന്നില്ലെങ്കിൽ അത് ആക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ പാടില്ല എന്നാണ് ഈ 7th പോയിന്റിൽ പറയുന്നത്. അതായത് മൗനം സമ്മതം എന്നുള്ള രീതിയിൽ ഒരു ഓഫർ ആക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. നമ്മളൊരാളോട് ഒരു ഓഫർ കൊടുക്കുന്നു, ആ ഓഫറിൽ അതിൻ്റെ മറുപടി ഒന്നും തരുന്നില്ലെങ്കിൽ അത് ആക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. മറുപടി തരണം. അത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് അയാൾ മറുപടി തന്നാൽ മാത്രമേ അതൊരു ആക്സെപ്റ്റൻസ് ആയിട്ട് മാറുള്ളൂ. An offer should not contain a condition, the non-compliance of which may be assumed as acceptance. An offerer cannot say that if acceptance is not communicated up to a certain date, the offer would be presumed to have been accepted. നമ്മളൊരു ഓഫർ കൊടുക്കുന്നു, 5 ഡേയ്സിലൊരു റീപ്ലൈ തന്നിട്ടില്ലെങ്കിൽ അത് ആക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കുമെന്ന് നമ്മൾ പറഞ്ഞാൽ അതെന്തായി മാറില്ല, അതൊരു വാലിഡ് ആക്സെപ്റ്റൻസ് ആയിട്ട് മാറില്ല. മറുപടി അതിൻ്റെ റീപ്ലൈ കിട്ടണം, എന്നാൽ മാത്രമേ അതൊരു ആക്സെപ്റ്റൻസ് ആയിട്ട് മാറുള്ളൂ. ഇഫ് ദ ഓഫർ ഡസ് നോട്ട് റീപ്ലൈ, ദർ ഇസ് നോ കോൺട്രാക്ട് ബിക്കോസ് നോ ഒബ്ലിഗേഷൻ ടു റീപ്ലൈ ക്യാൻ ബി ഇമ്പോസ്ഡ് ഓൺ ഹിം. On the ground of justice, no agreement because such a condition cannot be imposed on the offer. It is only a one-sided offer. ഇതൊരു വൺ സൈഡഡ് ഓഫർ മാത്രമേ ആകുന്നുള്ളൂ, അവിടെ ഒരു ആക്സെപ്റ്റൻസ് വരുന്നില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. എ wrote to be offered to sell his book for ₹500, adding that if he did not reply within 5 days, the offer would be presumed to have been accepted. ഞാൻ എൻ്റെ ബുക്ക് എ ബിക്ക് സെയിൽ നടത്തുന്നു 500-ന്. ഒരു ലെറ്റർ എഴുതാണ്. 5 ഡേയ്സിൽ ഉള്ളിൽ റീപ്ലൈ തന്നിട്ടില്ലെങ്കിൽ അത് എന്താണ്, ഓഫറായിട്ട് കണക്കാക്കുമെന്നാണ് പറയുന്നത്. ദർ ഇസ് നോ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സച്ച് കണ്ടീഷൻ കനോട്ട് ബി ഇമ്പോസ്ഡ് ഓൺ ദ ഓഫർ. ഇറ്റ് ഈസ് ഓൺലി എ വൺ സൈഡഡ് ഓഫർ. ഒരു ഓഫർ കൊടുക്കുന്നു, 5 ഡേയ്സിനുള്ളിൽ റീപ്ലൈ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് ആക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതാണ്. പക്ഷെ ഇതൊരു വാലിഡ് ഓഫറല്ല, കാരണം റീപ്ലൈ തരണം. അടുത്ത പോയിൻ്റ്, 8th പോയിൻ്റ്, ഇറ്റ് മേ ബി സബ്ജക്റ്റ് ടു എനി ടേം ആൻഡ് കണ്ടീഷൻസ്. നമ്മൾ ഓഫറിൻ്റെ അകത്ത് ചിലപ്പം സ്പെഷ്യൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകാം. ഒരു പ്രിസ്ക്രൈബ്ഡ് മോഡൊക്കെ പറയാം. ഓഫർ വെക്കുമ്പോൾ ഒരു ഓഫറർ ഒരു പ്രിസ്ക്രൈബ്ഡ് മോഡ് ഓർ കണ്ടീഷൻസൊക്കെ വെക്കാൻ സാധ്യത ഉണ്ട്. It may be subject to any terms and conditions. An offerer may attach any terms and conditions to the offer he makes. He may even prescribe the mode of acceptance. ചിലപ്പോൾ ചില പ്രിസ്ക്രൈബ്ഡ് മോഡൊക്കെ പറയാം, ഈ രീതിയിലാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറയാം. ഞാനൊരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ഓഫർ ആക്സെപ്റ്റൻസ് ചെയ്യാൻ നേരിട്ട് തന്നെ എന്ത് ചെയ്യണം, കോൾ ചെയ്യണം, ഫോൺ ചെയ്യണം എന്നുള്ള ഒരു മോഡാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഫോൺ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യണം, ആ ആക്സെപ്റ്റൻസ് സ്വീകരിക്കണം. അല്ലാതെ മെസ്സേജ് അയച്ചോ മെയിൽ അയച്ചോ ആയിരിക്കരുത്. അപ്പോൾ ഒരു പ്രിസ്ക്രൈബ്ഡ് മോഡ് പറയുന്നുണ്ട്, ആ മോഡിൽ തന്നെ എന്ത് ചെയ്യണം, ആക്സെപ്റ്റൻസ് ചെയ്യണം. ദർ ഈസ് നോ കോൺട്രാക്ട് അൺലെസ് ഓൾ ദ ടേം ഓഫ് ദ ഓഫർ ആർ ആക്സെപ്റ്റഡ് ഇൻ ദ മോഡ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഓഫറർ. It may be noted that if the offerer asks for sending the acceptance by telegram and the offeree sends the acceptance by letter, ടെലിഗ്രാമിലൂടെ അറിയിക്കണമെന്നാണ് ഓഫറിയോടെ അറിയിക്കുന്നത്. പക്ഷേ ഓഫറി സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലെറ്ററിലൂടെയാണ്. ആൻഡ് ദ ഓഫർ മേ ബി റിജക്റ്റ് സച്ച് ആക്സെപ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഓഫർക്ക് എന്ത് ചെയ്യാം, ഈ ആക്സെപ്റ്റൻസ് റിജക്റ്റ് ചെയ്യാം. ഞാൻ നിങ്ങളോട് ടെലിഫോണിലൂടെ തൻ്റെ ഓഫർ ആക്സെപ്റ്റൻസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ലെറ്ററിലൂടെയാണ് അത് ആക്സെപ്റ്റൻസ് ചെയ്യുന്നതെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ആ ഓഫർ റിജക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. എ ഹാസ്ക് ബി സെൻഡ് ദ റീപ്ലൈ ഓഫ് ഹിസ് ഓഫർ. എ എന്ത് ചെയ്യുന്നു, ബിക്ക് സെൻഡ് ചെയ്യുന്നു, ഒരു ഓഫർ സെൻഡ് ചെയ്യുന്നു ബൈ
ടെലിഗ്രാമിലൂടെയാണ്. ബട്ട് ബി സെൻഡ് റീപ്ലൈ ദ ലെറ്ററിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, റീപ്ലൈ ചെയ്യുന്നത്. എ മേ റിജക്റ്റ് സച്ച് ആക്സെപ്റ്റൻസ്, എക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം, ആക്സെപ്റ്റൻസും ചെയ്യാം. പക്ഷേ എ മേ റിജക്റ്റ് സച്ച് ആക്സെപ്റ്റൻസ് ബിക്കോസ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ പ്രിസ്ക്രൈബ്ഡ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോഡിൽ തന്നെ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ നടത്തണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓഫറർക്ക് ആ ആക്സെപ്റ്റൻസ് റിജക്റ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പോയിൻ്റാണ്, ഇറ്റ് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ ക്രോസ് ഓഫേഴ്സ്. ക്രോസ് ഓഫർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ക്രോസ് ഓഫർ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസിന് സിമിലർ കണ്ടൻറ്റിൽ എന്ത് ചെയ്യാണ്, ഓഫറർ കൈമാറുകയാണ്. when two parties make a similar offer to each other in ignorance of each other, such offer are called cross offers. ഇപ്പോൾ എന്ത് ചെയ്യാണ്, എ ബിക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ്, തൻ്റെ കാറ് 5 ലക്ഷത്തിന് സെയിൽ നടത്താമെന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ അയക്കുകയാണ്. ബി ഇതറിയാതെ എന്ത് ചെയ്യുന്നു, എയോട് പറയുകയാണ്, ഒരു ലെറ്റർ അയക്കുകയാണ്, ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് തൻ്റെ കാറ് പർച്ചേസ് ചെയ്തോളാമെന്ന്. ഇതാണ് ക്രോസ് ഓഫർ. സെയിം കണ്ടീഷൻസാണ്, സെയിം മാറ്ററാണ്. എ അറിയുന്നില്ല ബി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ എയും ബിയും കൂടി എന്താണ്, പരസ്പരം അറിയാതെ ഓഫർ കൈമാറുകയാണെങ്കിൽ അതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. ദ ആക്സെപ്റ്റൻസ് ഓഫ് ക്രോസ് ഓഫർ ഡസ് നോട്ട് റിസൾട്ട് ഇൻ കംപ്ലീറ്റ് എഗ്രിമെൻറ്റ്. ഇതൊരിക്കലും ഒരു എഗ്രിമെൻറ്റിലേക്ക് പോകില്ല, കാരണം ഇതൊരു ക്രോസ് ഓഫർ മാത്രമാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഓൺ December 2007, I wrote to B to sell him 100 ton of iron at rupees 10,000 per ton. On the same day, B wrote to A to buy 100 ton of iron rupees 10,000 per ton. സെയിം കാര്യങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റർ അയക്കുകയാണ്. ഒരു പ്രൊഡക്റ്റ് 10-ന് 10,000 രൂപയ്ക്ക് സെയിൽ നടത്താൻ എ ബിയോട് ലെറ്റർ അയക്കുന്നു. ബി ഇതറിയാതെ എക്കൊരു ലെറ്റർ അയക്കുന്നു. സെയിം മാറ്റർ ആൻഡ് സെയിം കണ്ടൻറ്റ്. ദർ ഈസ് നോ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇത് ഒരു എഗ്രിമെൻ്റ് ആയിട്ട് മാറില്ല, ഒരു കോൺട്രാക്റ്റായി മാറില്ല. ദർ ഈസ് നോ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി ബിക്കോസ് ദ ഓഫർ ബി സിമിലർ ആൻഡ് മെയ്ഡ് ഇൻ ഇഗ്നോറൻസ് ഓഫ് അതർ ആൻഡ് സോ ദർ ഈസ് നോ ആക്സെപ്റ്റൻസ് ഓഫ് ഈച്ച് അതേഴ്സ് ഓഫർ. ഇവിടെ എന്ത് വരുന്നില്ല, ഒരു വാലിഡ് ആക്സെപ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല. അപ്പോൾ വാലിഡ് ഓഫറിൻ്റെ 9 പോയിൻറ്റുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.